ഹലോ, നമുക്കിന്ന് കോവയ്ക്ക കൊണ്ടൊരു കിടിലൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കി കോവയ്ക്ക എടുക്കുക. ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കുക. എല്ലാം നല്ല നീളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം മസാലക്കൂട്ട് തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ആ കോവയ്ക്കയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ആ ഉപ്പും മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത് ഓരോന്ന് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം നല്ല എണ്ണയിലാവുന്ന രീതിക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. കൊച്ചു പിള്ളേർ വരെ കഴിക്കാൻ മടിക്കുന്നതാണ് കോവയ്ക്ക. അത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്താൽ എല്ലാ കൊച്ചുമക്കളും കഴിച്ചോളും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൈ ആവുന്നതിന് മുമ്പായി നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കാം. 2 മുട്ട ഇവിടെ എടുത്തിരിക്കുന്നു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി അങ്ങ് എടുക്കുക. നല്ലതുപോലെ ഒന്ന് കലക്കി ഈ മുട്ടയും കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം നല്ല രീതിക്ക് ആവുന്ന രീതിക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പാകാകാൻ വെച്ചിരുന്ന കോവയ്ക്ക ഇതുപോലൊന്ന് ഫ്രൈ ആവുമ്പോൾ ഒരു പാനിലേക്ക് ഇതൊന്ന് കോരി അങ്ങ് മാറ്റണം. എല്ലാം കോരി അങ്ങ് എടുക്കണം. എടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതെങ്ങനെയാണ്. അതിന് ശേഷം ആ ബാക്കി വന്ന ആ എണ്ണയിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് മുട്ട അതിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ല രീതിക്കൊന്ന് ചിക്കി എടുക്കണം. ഇതുപോലെ നല്ല രീതിക്കൊന്ന് ചിക്കി എടുക്കണം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോവയ്ക്ക ഈ മുട്ടയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ഈ കോവയ്ക്കയും മുട്ടയും നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ച് വേറൊരു പാനിലേക്ക് മാറ്റണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതെല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. കൊച്ചു പിള്ളേർക്കെല്ലാം ഇത് വെച്ച് കൊടുക്കണം. അവർ നല്ല രീതിക്ക് അത് കഴിക്കും. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ.